ഈസി ആയിട്ട് പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീട്ടിൽ നേന്ത്രപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു റെസിപ്പിക്കായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അധികം പഴുപ്പാവാത്ത നേന്ത്രപ്പഴമാണ്. അധികം പഴുപ്പാവാത്ത പഴം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ റെസിപ്പി നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പഴം ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതൊന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് വേണം ഈ നേന്ത്രപ്പഴം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്കിത് ബോളാക്കി എടുക്കാനും ഈസി ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഏകദേശം 2.5 പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാനിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇത് നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം ഒന്ന് കളറ് മാറി വരണം, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഒന്ന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ നെയ്യൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽട്ടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വറവാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര വേണം. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഏലക്ക കൂടി കൂട്ടിയിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. അതും പഞ്ചസാരയും കൂടി കൂട്ടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാരയുടെ കൂടെ ഏലക്ക കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കിടാനുള്ളത് കുറച്ച് ബദാമും അതുപോലെ തന്നെ മുന്തിരിയുമാണ്. ബദാം ഞാൻ ചെറുതായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്തിരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ബദാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ സ്മാഷർ വെച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഉടച്ചെടുക്കാം. കൂടുതലായിട്ട് ഉടക്കണമൊന്നുമില്ല, കാരണം നമ്മളത് ഇത് ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയത് കൊണ്ട് തന്നെ ഇത് അല്ലാതെ തന്നെ നമുക്ക് ബോളാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്തും അത് വേറിട്ട് നിൽക്കൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ കൂടുതലായിട്ട് നമ്മളിതൊന്ന് ഉടച്ചെടുക്കണമൊന്നുമില്ല, ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് ബോളാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ കൂട്ട് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ബോളാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഇതൊന്ന് ബോളാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ എണ്ണ ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്കിത് വെച്ചിട്ട് ബോളാക്കി എടുക്കാം. അല്ലാതെ തന്നെ ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ബോളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ചെറിയ ബോളുകളാക്കി ഒന്ന് എടുക്കാം. ഇനി ഓരോന്നായിട്ട് ഒന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാം കൂടി ഞാനൊന്ന് ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസും അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയുമാണ്. 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുള്ള 4 സ്ലൈസാണ്. നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്.
ഇപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഓരോ ബോളുകളായിട്ട് എടുത്തിട്ട് ആദ്യം മുട്ടയുടെ വെള്ളയിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ഇത് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കണം. ഇനി ഇത് 2 കോട്ടിങ് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തതിന് ശേഷം രണ്ടാമത് വീണ്ടും അത് മുട്ടയുടെ വെള്ളയിൽ ഒന്നുകൂടി ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്നുകൂടി ഒന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കൂടും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ കോട്ടിങ് ചെയ്താലും മതി. അപ്പോൾ ഞാനിവിടെ 2 കോട്ടിങ് ആയിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലും അതുപോലെ തന്നെ എഗ് വൈറ്റിലും റോളുകൾ മുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചെടുക്കണം. നമ്മൾ കട്ട്ലറ്റ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു പലഹാരമാണെന്നുണ്ടെങ്കിലും എഗ് വൈറ്റിലും ബ്രെഡ് ക്രംസിലും മുക്കുന്ന സമയത്ത് നമ്മൾ 2 കൈ യൂസ് ചെയ്തിട്ട് വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കൈ കൊണ്ട് തന്നെ എഗ് വൈറ്റിൽ മുക്കി അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ പൊതിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ആ ഒരു നനവ് കൊണ്ട് നമ്മുടെ ബ്രെഡ് ക്രംസൊക്കെ നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കാനും അതുപോലെ തന്നെ പലഹാരം നമുക്ക് ശരിയായ രീതിയിൽ ചെയ്തെടുക്കാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കൈ കൊണ്ട് എഗ് വൈറ്റ് മുക്കിയെടുക്കുക, അതുപോലെ തന്നെ മറ്റേ കൈ കൊണ്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലും പൊതിഞ്ഞെടുക്കുകയും ചെയ്യണം. ഇപ്പോൾ എല്ലാ ബോൾസും അതുപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഓയിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ബോളുകളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഇത് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടാകുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് ബോൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. എന്നിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിതൊന്ന് വറുത്ത് കോരാം. ഇപ്പോൾ നമ്മുടെ റോൾ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 4 മണി പലഹാരത്തിന് കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.